ഇത് ചാവുകടൽ. അറബി പാരമ്പര്യമനുസരിച്ച് ബാഹ്റുൽ ലൂത്ത് അഥവാ ലോത്തിന്റെ കടൽ എന്നാണ് ചാവുകടൽ അറിയപ്പെടുന്നത്. ഏതാണ്ട് 76 കിലോമീറ്റർ നീളവും 15 കിലോമീറ്ററിലേറെ വീതിയും 8 മീറ്ററോളം മാത്രം ആഴവുമുള്ള ഒരു തടാകമാണിത്. കടൽ ജലനിരപ്പിൽ നിന്ന് 500 മീറ്ററോളം താഴ്ചയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രയേലിന്റെ ജീവനാഡിയായ ജോർദാൻ നദി പതിക്കുന്നത് ഈ തടാകത്തിലാണ്. ഭൂമിയിൽ കരയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ചാവുകടലിന്റെ തീരമാണ്. ജോർദാൻ നദിയിലെയും മറ്റ് ചെറിയ ഉറവകളിലെയും നീരൊഴുക്ക് കുറയുന്നതിനാലും നിയന്ത്രണമില്ലാത്ത ഖനനം മൂലം ചാവുകടൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഏതാണ്ട് 1 മീറ്ററിലധികം ജലനിരപ്പ് താഴുന്നു. കഴിഞ്ഞ 33 വർഷത്തിനിടയിൽ ജലനിരപ്പ് 25 മീറ്റർ താണു. ഈ നില തുടർന്നാൽ ഏറിയാൽ 10 വർഷത്തിനകം ചരിത്രമുറങ്ങുന്ന ഈ ജലാശയം തന്നെ ചരിത്രമായി മാറിയേക്കാം. ഏതാണ്ട് 30% മഗ്നീഷ്യം ബ്രോമൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് മുതലായ ലവണങ്ങളടങ്ങിയ ഇതിലെ ജലത്തിന്റെ സാന്ദ്രത സാധാരണ കടൽവെള്ളത്തിന്റെ 1.5 ഇരട്ടിയിലധികമാണ്. അതുകൊണ്ടാണ് ഇതിലിറങ്ങുന്ന മനുഷ്യർ പൊങ്ങിക്കിടക്കുന്നത്. അതിതീവ്രമായ ലവണസാന്ദ്രത മൂലം ഇതിൽ ജീവജാലങ്ങളൊന്നും തന്നെ വസിക്കുന്നില്ല. ഇതിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വിലയേറിയ ലവണങ്ങൾ ഇസ്രയേലിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ്. ചാവുകടലിന്റെ വടക്കു പടിഞ്ഞാറൻ തീരം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഒട്ടേറെ വലിയ ഹോട്ടലുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്.